Hello all, welcome to Earnest Academy. Category number 246/2021 Inspector of Factories and Boilers Grade 2 Exam Notification last Augustilana വന്നത്. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ് ഈ എക്സാം. ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തു തുടങ്ങിയാൽ തീർച്ചയായും നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ കഴിയും ഈ എക്സാമിന്. മുൻകാലങ്ങളിൽ PSC ഈ പോസ്റ്റിന് വേണ്ടി നടത്തിയിട്ടുള്ള എക്സാമുകളും റീസെൻ്റായി ബിടെക് ലെവലിൽ PSC നടത്തിയിട്ടുള്ള എക്സാമുകളുടെയും അടിസ്ഥാനത്തിൽ ഏണസ്റ്റ് അക്കാദമി നിങ്ങൾക്കായി ഒരു ടെൻറ്റേറ്റീവ് സിലബസ് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ഫസ്റ്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകളും ടെർമിനോളജീസുമാണ്. ബേസിക് ആയിട്ടുള്ള എൻട്രോപ്പി, ഇറിവേഴ്സിബിലിറ്റി, സിസ്റ്റം സറൗണ്ടിങ്സ്, ദെൻ തെർമോഡൈനാമിക്സ് ലോസ് തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നീട് ബേസിക് തെർമോഡൈനാമിക് സൈക്കിളുകൾ പഠിക്കണം. അതുകൂടാണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഐഡിയൽ ഗ്യാസ്, റിയൽ ഗ്യാസ് തുടങ്ങിയവയൊക്കെ നമുക്ക് ഈ ടോപ്പിക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെറിയ എഫിഷ്യൻസീസിലെ ഇക്വേഷൻസും ചിലപ്പോൾ ചെറിയ സിമ്പിൾ പ്രോബ്ലംസും ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് നോക്കേണ്ട സബ്ജക്റ്റാണ് പ്രോപ്പർട്ടീസ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ്. അതിൽ കുറച്ച് പ്രോപ്പർട്ടീസിൽ നിന്നും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് വർക്ക് ആൻഡ് ഹീറ്റ്, അത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോസസ്സുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വർക്കിൻ്റെയും ഹീറ്റിൻ്റെയും ഇക്വേഷൻസ്, ദെൻ അതുപോലെ കണ്ടീഷൻസ്, ചില കണ്ടീഷനുകളിലെ വർക്ക് ഹീറ്റിൻ്റെ വാല്യൂസ് തുടങ്ങിയവയൊക്കെ നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഇതൊക്കെയാണ് തെർമോഡൈനാമിക്സിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ടോപ്പിക്സ്. ദെൻ കംസ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഫസ്റ്റ് ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഫ്ലൂയിഡിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, അതിൻ്റെ CGS, MKS യൂണിറ്റുകൾ, അവയുടെ കൺവേർഷൻസ് തുടങ്ങിയവയൊക്കെ നോക്കണം. അതുപോലെ ഡയമെൻഷൻസും നോക്കണം ചില യൂണിറ്റുകളുടെയൊക്കെ. ദെൻ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, മാനോമെട്രി, പ്രഷർ മെഷർമെൻറ്റുകൾ വരും. അതുപോലെ തന്നെ ബോയൻസി വരും. ഇവയിൽ നിന്നെല്ലാം നമുക്ക് സിമ്പിൾ പ്രോബ്ലംസും പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് എടുക്കേണ്ട ടോപ്പിക്കുകളാണ് കൺട്രോൾ വോളിയം അനാലിസിസ് വരുന്നുണ്ട്, മൊമെൻറ്റം എനർജി ഇക്വേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലൂയിഡിൻ്റെ ആക്സിലറേഷൻ ഇക്വേഷൻസ്, അത് കൺവെക്റ്റീവ്, ലോക്കൽ ആക്സിലറേഷൻ, അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ആക്സിലറേഷൻസ് വരുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷൻസ് വരുന്നുണ്ട്, ബെർണോളിസ് പ്രിൻസിപ്പിൾ വരുന്നുണ്ട്, ബെർണോളിസ് ഇക്വേഷന്, ഓയിലേസ് ഇക്വേഷന്, ബെർണോളിസ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ തന്നെ ഈ ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യേണ്ടതാണ്. പിന്നീട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ബൗണ്ടറി ലെയർ ഡിസ്പ്ലേസ്മെൻറ്റ്, മൊമെൻറ്റം തിക്നെസ്, എനർജി തിക്നെസ് പോലുള്ള ടോപ്പിക്സും നമുക്കിവിടെ കവർ ചെയ്യണം. പിന്നീട് ഫ്ലോ ത്രൂ പൈപ്സ്, അവിടെ വരുന്ന മൈനർ മേജർ ലോസസ്, അതുപോലെ ഡയമെൻഷണൽ അനാലിസിസ്, ഇത്രയും ടോപ്പിക്സ് നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത ടോപ്പിക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫറിൽ ആദ്യം ഏറ്റവും ബേസിക് ആയിട്ടുള്ള മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് നോക്കണം. അത് പിന്നെ വൺ ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷന്, അതിൻ്റെ ചില കണ്ടീഷൻസ്, അതുപോലെ തെർമൽ റെസിസ്റ്റൻസ്, പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഫിൻസിൽ ഒക്കെ ഉള്ളതൊക്കെ നമുക്ക് നോക്കണം. അതുപോലെ ഫ്രീ ആൻഡ് ഫോഴ്സ്ഡ് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ, അതിൻ്റെ കൂടാണ്ട് കുറച്ച് ഡയമെൻഷനലെസ് പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്, ചില നമ്പേഴ്സ് വരുന്നുണ്ട്, നസൽ നമ്പർ വരുന്നുണ്ട്, ഗ്രഷോഫ്സ് നമ്പർ വരുന്നുണ്ട്, തുടങ്ങിയ നമ്പേഴ്സിലെ അങ്ങനെയുള്ള കുറേ നമ്പേഴ്സ് പഠിക്കണം. പിന്നെ ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള കൺവെക്റ്റീവിൽ നിന്നോ കണ്ടക്ഷനിൽ നിന്നോ ചെറിയ പ്രോബ്ലംസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ തെർമൽ ബൗണ്ടറി ലെയർ പഠിക്കണം. അത് തെർമൽ ബൗണ്ടറി ലെയറും ഹൈഡ്രോഡൈനാമിക് ലെയറും തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. പിന്നെ റേഡിയേഷനിൽ ബേസിക് ആയിട്ടുള്ള ബ്ലാക്ക്, ഗ്രേ സർഫസുകൾ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഷേപ്പ് ഫാക്ടേഴ്സ്, 1-2 ലോസ് തുടങ്ങിയവയൊക്കെ ആയിരിക്കും നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫറിൽ കവർ ചെയ്യേണ്ടതായിട്ട് വരുന്ന ടോപ്പിക്കുകൾ. അടുത്തത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. ഇതിലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പുകൾ, ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ്, അവയുടെ റിലേഷൻഷിപ്പുകൾ ഒക്കെയാണ് ആദ്യം നമുക്ക് കവർ ചെയ്യേണ്ട ടോപ്പിക്സ്. പിന്നീട് പ്രിൻസിപ്പൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ മോർ സർക്കിൾ, അതിൻ്റെയും ചില കണ്ടീഷൻസും ഒക്കെ അതിൽ നിന്നൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ നമുക്ക് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രംസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വാല്യൂസൊക്കെ നമ്മൾ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ വരുന്നത് ബെൻഡിങ് ഓഫ് ബീംസ് വരുന്നുണ്ട്, ടോർഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ്, പിന്നെ ഓയിലേസ് തിയറം ഓഫ് കോളംസ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് സ്ട്രെയിൻ എനർജിയും വരുന്നുണ്ട് നമുക്ക് പഠിക്കാൻ. അതിൻ്റെയൊക്കെ തന്നെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. കൺസെപ്റ്റ് വൈസും അറിഞ്ഞിരിക്കണം. കുറച്ച് വാല്യൂസും നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കവർ ചെയ്യാൻ പറ്റൂ. അടുത്തത് വരുന്നത് നമുക്ക് തിയറി ഓഫ് മെഷീൻസ് ആണ്.
തിയറി ഓഫ് മെഷീൻസ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് കൈനമാറ്റിക് ഡൈനാമിക് അനാലിസിസ് ഓഫ് മെക്കാനിസംസ് ആണ്. അത് സിമ്പിൾ 4 ബാർ ചെയിൻസ് വരാം, സ്ലൈഡർ കാങ്ക് മെക്കാനിസംസ് വരാം, അതിൻ്റെ ഇൻവേർഷൻസ് വരാം. ഇതെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ക്യാംസ് വരുന്നുണ്ട്, ഗിയേഴ്സ് വരുന്നുണ്ട്, ഗിയർ ട്രെയിൻസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ട്രെയിൻ വാല്യൂ, വെലോസിറ്റി റേഷ്യോ ഒക്കെ നമുക്ക് കവർ ചെയ്യണം. പിന്നെ ഫ്ലൈ വീൽസും ഗവർണേഴ്സും തമ്മിലുള്ള ഡിഫറൻസും കൃത്യമായി അറിഞ്ഞിരിക്കണം. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ബാലൻസിങ് വരുന്നുണ്ട് നമുക്ക്. അത് സിംഗിൾ ആൻഡ് മൾട്ടി സിലിണ്ടർ എൻജിൻസിൻ്റെ ബാലൻസിങ് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. പിന്നീട് വൈബ്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ഇവിടെ കവർ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഫ്രീ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് വരും. അപ്പോൾ അതിൻ്റെ ഡാമ്പിംഗ് ഫാക്ടർ വരും, എഫക്റ്റ് ഓഫ് ഡാമ്പിംഗ് വരും, അങ്ങനെ കുറച്ച് ട്രാൻസ്മിസിബിലിറ്റി വരും, വൈബ്രേഷൻ ഐസൊലേഷൻ വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ചില കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ റെസൊണൻസ്, ക്രിട്ടിക്കൽ സ്പീഡ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളാണ്. പിന്നീട് വരുന്നത് ഡിസൈനാണ്. മെഷീൻ ഡിസൈൻ ടോപ്പിക്ക് വരും. അവിടെ വരുമ്പം ആദ്യം സിമ്പിളായിട്ടുള്ള സ്റ്റാറ്റിക് ഡൈനാമിക് ലോഡിങ്, ഫെയിലിയർ തിയറീസ്, ഇതൊക്കെ കവർ ചെയ്യണം. പിന്നീട് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ മെഷീൻ എലമെൻറ്റ്സ് ആയിട്ടുള്ള ബോൾട്ടഡ്, നട്ട് ആൻഡ് ബോൾട്ട് ജോയിൻസ്, റിവറ്റഡ് ജോയിൻസ്, വെൽഡിംഗ് ജോയിൻസ്, ഇവയുടെ എല്ലാം ഡിസൈൻ പാരാമീറ്റേഴ്സ് പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഷാഫ്റ്റ്, ഗിയേഴ്സ്, ബിയറിങ്സ്, അത് റോളിങ്ങും സ്ലൈഡിങ്ങും കോൺടാക്ട് ബിയറിങ്സ് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ബ്രേക്സ്, ക്ലച്ചസ്, ഇവയുടെ എല്ലാം ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻ പാരാമീറ്റേഴ്സ് വരും. ചില സിമ്പിൾ ഇക്വേഷൻസ് വരും. അതൊക്കെ നമ്മൾ നന്നായി പഠിച്ചിരിക്കണം. കൺസെപ്റ്റ് വൈസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഈ ടോപ്പിക്കിൽ നിന്നും. അടുത്ത ടോപ്പിക്ക് വരുന്നതാണ് IC എൻജിൻസ് ആൻഡ് റെഫ്രിജറേഷൻ. ഇത് സ്ഥിരമായി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. SI ആൻഡ് CI എൻജിൻസ്, അതിൻ്റെ കമ്പാരിസൺസ്, 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് എൻജിന്, പിന്നീട് അവിടെ നടക്കുന്ന കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിള്, കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ സീറ്റെയിൻ, ഒക്ടെയിൻ നമ്പറുകൾ, ഇതൊക്കെ സ്ഥിരം ബേസിക് ക്വസ്റ്റ്യനുകളാണ്. ഇത് കൂടാണ്ട് ചില ടൈപ്പ് ഓഫ് എഫിഷ്യൻസീസ് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. ഹീറ്റ് ബാലൻസ് പഠിക്കണം. പിന്നീട് IC എൻജിനിലെ നോക്കിങ്, ഡിറ്റൊണേഷന്, അതുപോലുള്ള കാര്യങ്ങൾ പഠിക്കണം. കൂടാണ്ട് എൻജിൻ ഫ്യൂവൽസിനെ പറ്റി, ടൈപ്സ് ഓഫ് ഫ്യൂവൽസ് പഠിക്കണം. ആൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് പഠിക്കണം. പിന്നെ SI എഞ്ചിൻ ആകുമ്പോൾ കാർബറേഷനും, CI എഞ്ചിൻ ആകുമ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷനും, അതിൻ്റെ ടൈപ്സും സിസ്റ്റംസും നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. കൂടാണ്ട് സൂപ്പർ ചാർജിങ് ആൻഡ് ടർബോ ചാർജിങ് മെത്തേഡ്സും അതിൻ്റെ ഡിഫറൻസും മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ട് വരും. പിന്നീട് വരുന്നത് സ്റ്റീം ആൻഡ് ഗ്യാസ് ടർബൈൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈക്കിളായിട്ടുള്ള റാങ്കൈനും ബ്രെയ്റ്റൺ സൈക്കിളും നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ അതിൽ റീജനറേഷൻ, റീഹീറ്റിംഗ് തുടങ്ങിയവയുടെ എഫക്റ്റ്, എഫിഷ്യൻസിയിലുണ്ടാകുന്ന ചേഞ്ചസ് എല്ലാം തന്നെ നമ്മൾ ഈ ടോപ്പിക്കിൽ കവർ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ കംസ് ഹീറ്റ് ട്രാൻസ്ഫറും ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സും. അത് LMTD, NTU മെത്തേഡ്സ് ഒക്കെ ബേസിക് കൺസെപ്റ്റ്സ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരും. പിന്നെ വേപ്പർ കംപ്രഷൻ സൈക്കിളും അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സൈക്കിളുകളും നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഹീറ്റ് പമ്പ്, അതിൻ്റെയൊക്കെ എഫിഷ്യൻസി, COP ഒക്കെ ചെറിയ ചെറിയ ഇക്വേഷൻസിൽ നിന്ന് സിമ്പിൾ പ്രോബ്ലങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് സൈക്കോമെട്രിയാണ്. സൈക്കോമെട്രിയിൽ സൈക്കോമെട്രിക് ചാർട്ട് വരും. അതിലെ ഓരോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയാലും അങ്ങനെയുള്ള ഓരോ വാല്യൂസിൻ്റെയും ഇൻക്രീസിങ് ഡിക്രീസിങ് ട്രെൻഡ് എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ ടർബോ മെഷീനറീസ് ആണ് വരുന്നത്. ടർബോ മെഷീൻസിൽ വരുന്നത് ടർബൈൻസ് ആണ് ശരിക്കും ബേസിക്. അപ്പോൾ ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻസ് വരും. അതിൽ പെൽട്ടൺ വീല് ഇമ്പൾസ് ടർബൈനും, ഫ്രാൻസിസ് ആൻഡ് കപ്ലാൻ ടർബൈൻ റിയാക്ഷൻ ടർബൈനും. ഇതാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അവയുടെ ബ്ലേഡ് വെലോസിറ്റിയുടെ ഇക്വേഷൻ വരും, വെലോസിറ്റി ഡയഗ്രം വരും. ഇത് കൂടാണ്ട് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആയിട്ടുള്ള സോളാർ, വിൻഡ്, വേവ്, ബയോമാസ്, ജിയോ തെർമൽ ആൻഡ് ഫ്യൂവൽ സെൽസ്, ഇത്രയും പോർഷൻസ് കൂടി കവർ ചെയ്താൽ മാത്രമേ നമുക്ക് IC എൻജിൻസ് ആൻഡ് റെഫ്രിജറേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അടുത്തത് വരുന്നത് മാനുഫാക്ചറിങ് സയൻസ് ആൻഡ് പ്രോസസ് ആണ്. ഇവിടെ ബേസിക് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻ, അവയുടെ സ്ട്രക്ചർ, ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ, അതിലുണ്ടാവാവുന്ന ഡിഫക്ട്സ്, ഇതൊക്കെയാണ് ആദ്യം കവർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അയൺ കാർബൺ ഡയഗ്രമാണ്. അയൺ കാർബൺ ഡയഗ്രത്തിലെ യൂട്ടറ്റിക്, യൂട്ടറ്റോയിഡ് പോയിന്റുകൾ, പിന്നീട് ഡെൽറ്റ, ആൽഫ പോലുള്ള അയണുകൾ, അവയുടെയൊക്കെ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് വരും. പിന്നെ സിമെൻറ്റേറ്റ്, പേളൈറ്റ് പോലുള്ളവയുടെ കോമ്പോസിഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അത് റിപ്പീറ്റായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ബൈ ഹാർട്ട് ചെയ്തിരിക്കത്തുള്ളൂ. കാരണം കുറച്ച് മറന്നു പോകാൻ ചാൻസ് കൂടുതലുള്ള ഒരു ഏരിയയാണ് അയൺ കാർബൺ ഡയഗ്രം ഒക്കെ. പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻറ്റുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകൾ വരുന്നുണ്ട്. അതെല്ലാം അതിൽ നിന്നൊക്കെ സ്ഥിരമായി 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാവുന്നതാണ്. ദെൻ ബ്രിട്ടിലും ഡക്റ്റൈലും ആയിട്ടുള്ള മെറ്റീരിയലുകൾ, അവയുടെ ഡിഫറൻസിയേഷൻസ്,
അത് കഴിഞ്ഞ് പൗഡർ മെറ്റലർജി, സിൻറ്ററിങ്ങും ഒക്കെ നമുക്കൊന്ന് കവർ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ കാസ്റ്റിംഗ് പ്രോസസ്സുകളാണ്. കാസ്റ്റിംഗ് പ്രോസസ്സിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ് പ്രോസസ്സുകൾ നമുക്ക് കവർ ചെയ്യണം. സാൻഡ് കാസ്റ്റിംഗ്, ഡൈ കാസ്റ്റിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ്, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് പോലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ കാസ്റ്റിങ്ങിൻ്റെ ഗേറ്റ് റൈസറൊക്കെ വരുന്ന ആ ഡിസൈന്, മോൾഡ് ഡിസൈൻസ് വരും. പിന്നെ അതുപോലെ ടൈപ്സ് ഓഫ് ഫേർണസുകൾ, ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് അയൺ, പിഗ് അയൺ മാനുഫാക്ചറിങ്, സ്റ്റീൽ മാനുഫാക്ചറിങ്, അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ എല്ലാം നമുക്ക് ഈ ടോപ്പിക്കിൽ കവർ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നീട് ഫോമിംഗ് പ്രോസസ്സ്, ഹോട്ട് ആൻഡ് കോൾഡ് പ്രോസസ്സുകൾ നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ ഫോർജിങ്, ഡ്രോയിങ്, എക്സ്ട്രൂഷന്, ഷിയറിങ്, ബെൻഡിങ് പോലുള്ള കുറച്ച് അധികം പ്രോസസ്സുകൾ, ഫോമിംഗ് പ്രോസസ്സുകളും ചില ജോയിനിങ് പ്രോസസ്സുകളായിട്ടുള്ള വെൽഡിങ്, പിന്നെ വെൽഡിംഗ് ആണ് നമ്മൾ ജോയിനിങ് പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ വരുന്നതാണ് കട്ടിംഗ് ടൂൾ. സിംഗിൾ ആൻഡ് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ഉണ്ട്. അതിലെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ ടൂൾ ജോമെട്രി, നോമൻക്ലേച്ചർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആംഗിൾസ്, അതുപോലെ തന്നെ ആംഗിൾസിൻ്റെ വാല്യൂസ് എല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ടൂൾ ലൈഫ് വരുന്നുണ്ട്. ബേസിക് ആയിട്ട് ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സിനെ കുറിച്ചും അൺകൺവെൻഷണൽ മെത്തേഡ്സ് ആയിട്ടുള്ള EBM, ECM, ലേസർ ബീം മെത്തേഡ് തുടങ്ങി അൾട്രാസോണിക് മെത്തേഡ്, ഇതൊക്കെ നമുക്ക് കവർ ചെയ്യണം ഈ ടോപ്പിക്കിൽ. ഇത് കൂടാണ്ട് നമുക്ക് CNCയും കവർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. CNCയിൽ CNC മെഷീനിങ് കവർ ചെയ്യണം. അതോടൊപ്പം തന്നെ മെട്രോളജി ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ പോർഷനിൽ നിന്നും നമുക്ക് കവർ ചെയ്യണം. അതിൽ ബേസിക് ആണ് ലിമിറ്റ്സ്, ഫിറ്റ്സ്, ടോളറൻസ്, അതൊക്കെ അലവൻസ് വരുന്നുണ്ട്. ആക്യുറസി, സെൻസിറ്റിവിറ്റി, അങ്ങനെയുള്ള പോർഷൻസ് കവർ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് കമ്പറേറ്റേഴ്സ്, ഗേജസ്, അതുപോലെ തന്നെ സർഫസ് സ്ട്രക്ചർ, പിന്നെ പല ടൈപ്പ് ഓഫ് സെൻസേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സ്, ഇതൊക്കെ തന്നെ നമുക്ക് ഈ ടോപ്പിക്കിൽ കവർ ചെയ്യണം. അടുത്തതായിട്ട് വരുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. BTech ലെവലിലൊക്കെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഈ മാനേജ്മെൻറ്റ് പോർഷൻസിൽ നിന്ന്. ഇതിൽ തന്നെ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നോക്കണം. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് നോക്കണം. കൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് നോക്കണം. പിന്നെ അതിന് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേ ഔട്ട്സുകൾ നോക്കണം. അങ്ങനെ കുറേ അധികം ടോപ്പിക്കുകൾ നമുക്ക് അവിടെ കവർ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നീട് വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഫോർകാസ്റ്റിംഗ് വരുന്നുണ്ട്. ഫോർകാസ്റ്റിങ്ങിൻ്റെ തന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് എല്ലാം തന്നെ പഠിക്കണം. അതുപോലെ ബ്രേക്ക് ഈവൻ അനാലിസിസ്, ഇൻവെൻട്രി കൺട്രോള്, ABC അനാലിസിസ്, EOQ മോഡൽ. EOQ മോഡലിൽ നിന്നൊക്കെ നമുക്ക് സിമ്പിൾ പ്രോബ്ലംസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് വർക്ക് സ്റ്റഡി. അതിൽ ജോബ് ഇവാലുവേഷൻ വരുന്നുണ്ട്, ക്വാളിറ്റി കൺട്രോൾ വരുന്നുണ്ട്, പിന്നെ കൺട്രോൾ ചാർട്ടുകൾ വരുന്നുണ്ട്. P ചാർട്ടൊക്കെ പോലുള്ള കൺട്രോൾ ചാർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ്, ഇതെല്ലാം തന്നെ നമുക്ക് ഈ ടോപ്പിക്കിൽ കവർ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നീട് വരുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് വരുന്നുണ്ട്. അത് ഗ്രാഫിക്കും ഉണ്ട്, ഗ്രാഫിക് സൊല്യൂഷനും ഉണ്ട്, സിംപ്ലക്സ് സൊല്യൂഷനും ഉണ്ട്. അപ്പം ഇതിൽ ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് ട്രാൻസ്പോർട്ടേഷൻ മോഡലുകൾ വരുന്നുണ്ട്. ഓപ്പറേഷൻ റിസർച്ച് എന്നുള്ള ടോപ്പിക്കുകളാണ് അതൊക്കെ. പിന്നെ അതുപോലെ തന്നെ നെറ്റ്വർക്ക് തിയറിയാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. CPMഉം PERTഉം അതിൽ നിന്നൊക്കെ സ്ഥിരമായി PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം ഇത്രയും ടോപ്പിക് ആവുമ്പോൾ നമുക്ക് ഏകദേശം ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് കവർ ചെയ്തു എന്ന് പറയാൻ പറ്റും. മാറുന്ന PSC പാറ്റേണിനനുസരിച്ച് ചിട്ടയായ പഠനവും നല്ലൊരു ഗൈഡൻസും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു നല്ല ജോലി എന്നൊരു സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയുള്ളൂ. ഈ എക്സാമിനായിട്ട് ഒരു ഇൻറ്റൻസീവ് ഓൺലൈൻ കോച്ചിങ് ഉടൻ തന്നെ ഏണസ്റ്റ് അക്കാദമി ആരംഭിക്കുന്നതാണ്. സിലബസിലെ എല്ലാ സബ്ജക്റ്റുകളും ബേസിക് ലെവൽ മുതൽ കവർ ചെയ്യുന്നത് കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, ഡൗട്ട് ക്ലിയറൻസ് സെഷനുകൾ, നമ്മുടെ പഠന നിലവാരം മനസ്സിലാക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് എല്ലാം ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡ്മിഷനും മറ്റു വിശദ വിവരങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഈ എക്സാമിനെ സംബന്ധിച്ചുള്ള മറ്റു വീഡിയോസിനും പുതിയ PSC അപ്ഡേറ്റ്സിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.